മുഹറം മാസം പവിത്രമായ മാസമാണ്. എന്നാൽ പവിത്രമായ മുഹറമിലും ചില ദിവസങ്ങൾ നഹസാണ്. നഹസുള്ള ദിവസങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ? മുഹറം മാസത്തിലെ നഹസായ ദിവസങ്ങൾ ഏതൊക്കെയാണ്? നഹസുള്ള ദിവസങ്ങളിൽ നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, കിണർ കുത്താൻ ഉദ്ദേശിക്കുന്നവർ, വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ, വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങിയ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കേൾക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എന്താണ് എങ്ങനെയാണെന്നറിയാൻ മജ്ലിസ് മുഴുവനായി കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന മുസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ മുഹറം മാസം പിറന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള പരിശുദ്ധമായ മുഹറം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പവിത്രം എന്ന് പരിചയപ്പെടുത്തിയ മുഹറം. ഇന്ന ഇദ്ദത്തുശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. പരിശുദ്ധമായ 4 മാസങ്ങൾ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽപ്പെട്ട മാസം. ജാഹിലിയ കാലഘട്ടം മുതലേ പവിത്രതയുണ്ടായിരുന്ന മാസം. ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾക്കൊരു പ്രത്യേകതയുണ്ട്. അറബികളുടെ വികാരമായിരുന്നു, അറബികളുടെ ആവേശമായിരുന്നു കള്ള് എന്നുള്ളത്. കള്ളിന് വേണ്ടി അവർ എന്തും ചെയ്യും. ഞാൻ മരിച്ചാൽ എൻ്റെ മണ്ണറയ്ക്ക് മുകളിൽ മുന്തിരിവള്ളി നട്ടുപിടിപ്പിക്കണം, ആ മുന്തിരിവള്ളിയുടെ വേരെൻ്റെ കബറിലേക്ക് ഇറങ്ങി വന്നിട്ട് അതിൻ്റെ നീരിൽ നിന്ന് എനിക്ക് മദ്യത്തിൻ്റെ രുചി നുകരണം എന്നൊക്കെ പറഞ്ഞിരുന്ന വസിയത്ത് ചെയ്തിരുന്ന കാട്ടറബികൾ. കള്ള് വലിയ ജീവനായിരുന്നു അവർക്ക്. എന്നതുപോലെ തന്നെ യുദ്ധവും അവർക്ക് വലിയ ജീവനായിരുന്നു. എവിടെങ്കിലും യുദ്ധമുണ്ട് എന്നറിഞ്ഞാൽ സ്വാറു ഇലൈഹി സുറാഫത്തും വഹദാനിയ, കൂട്ടം കൂട്ടമായും ഒറ്റക്കൊറ്റക്കായും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ. ആ അറബികൾ തൻ്റെ പിതാവിൻ്റെ തലയറുത്തവനെ കണ്ടാൽ പോലും പവിത്രമായ മാസങ്ങളിൽ, പരിശുദ്ധമായ മുഹറമിൽ, ഇത് മുഹറമല്ലേ, അടുത്ത മാസമാകട്ടെ ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് മാറി നടക്കുമായിരുന്നു എന്നാണ് ചരിത്രം. അപ്പൊ ജാഹിലിയ കാലഘട്ടത്തിലെ മുഹറമിന് പവിത്രത കൊടുത്തിരുന്നു. പരിശുദ്ധമായ ഇസ്ലാം വന്നപ്പോൾ അതിൻ്റെ മഹത്വം ഒന്നുകൂടി വർദ്ധിച്ചു. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫജ്ർ വൽ ഫജ്രി വലയാലിൻ അശ്ർ 10 രാത്രികളെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. ആ 10 രാത്രികൾ മുഹറമിന്റെ രാത്രിയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. മാത്രമല്ല പരിശുദ്ധമായ ഇസ്ലാമിൽ അതിശ്രേഷ്ഠമാക്കപ്പെട്ട 3 പത്തുകളുണ്ട്. 3 പത്തുകൾ. ആ 3 പത്തുകൾക്ക് വലിയ മഹത്വമാണ്. നമ്മുടെ ഉലമാക്കളൊക്കെ പല ഗ്രന്ഥങ്ങളിലും 3 പത്തുകൾ വേർതിരിച്ച് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്ന് റമളാനിന്റെ അവസാനത്തെ 10ആണ്, മറ്റൊന്ന് ദുൽഹിജ്ജയുടെ ആദ്യ 10ആണ്, മറ്റൊന്ന് പരിശുദ്ധമായ മുഹറമിന്റെ 10 ദിവസങ്ങളാണ്. ആ പരിശുദ്ധമായ മുഹറമിന്റെ അനുഗ്രഹീതമായ രാപ്പകലുകളാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറമിന്റെ മഹത്വം മനസ്സിലാക്കാനും, മുഹറമിനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാനും, മുഹറമിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ ചെയ്യേണ്ടുന്ന അമലുകൾ. പരിശുദ്ധമായ മുഹറം എന്നുള്ളത് ഒരു പുതിയ വർഷത്തിന്റെ തുടക്കമായതുകൊണ്ട് നാം പുതിയ പുതിയ ശീലങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഒരു മഹത്തായ ശീലം, ഒരു വിറുത് നമ്മൾ പരിചയപ്പെട്ടു. ഇങ്ങനെ മുഹറവുമായി ബന്ധപ്പെട്ട 1-2 വീഡിയോകളായി നമ്മൾ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് മുഹറവുമായി ബന്ധപ്പെട്ട് മുഹറമിലെ നഹസുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പരിശുദ്ധമായ മുഹറം പവിത്രമായ മാസമാണെങ്കിൽ പോലും പരിശുദ്ധമായ മുഹറമിലും ചില ദിവസങ്ങൾ നഹസുകളാണ്. നഹസുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാത്ത്. നഹസായ ദിവസങ്ങളിൽ ആദ് സമൂഹത്തിന്റെ മേൽ നാം കാറ്റുകളെ അയച്ചു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഒന്നിരിക്കൽ ആദ് സമൂഹത്തിന്റെ മേൽ അള്ളാഹു അയച്ച
ആ ദിവസങ്ങൾ, ശിക്ഷ ഇറക്കിയ ദിവസങ്ങൾ, അത് പിന്നെ നഹസായി അറിയപ്പെട്ടു എന്നും നമുക്ക് പറയാം. അല്ലെങ്കിൽ ഓൾറെഡി നഹസായ ദിവസങ്ങളിലാണ് അള്ളാഹു അങ്ങനെ കാറ്റയച്ചത്, ശിക്ഷ ഇറക്കിയത് എന്നൊക്കെ പറയാം. ചുരുക്കി പറഞ്ഞാൽ നഹസ് എന്ന് പറഞ്ഞാൽ ശിക്ഷകൾ ഇറങ്ങിയ, ശകുനങ്ങളുണ്ടായ, അപകടങ്ങളുണ്ടായ, മുൻകാല സമൂഹങ്ങളിലും മറ്റൊക്കെ വളരെ മോശപ്പെട്ട സംഭവങ്ങളുണ്ടായ, അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയ ദിവസങ്ങളൊക്കെ, ഇങ്ങനെ പല വിഷയങ്ങൾ നോക്കിയിട്ടാണ് നമ്മുടെ ഉലമാക്കൾ ചില ദിവസങ്ങൾ നഹസായി എണ്ണിയത്. നഹസിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ സൂക്ഷിക്കലാണ് നല്ലത് എന്നാണ് അതിൻ്റെ മറുപടി. നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ 2 വഴിയുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക. 2 വഴിയുണ്ട്. കോഴിക്കോട്ടേക്ക്, തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകാൻ 2 വഴിയുണ്ട്. ഒന്ന് നല്ല വഴിയാണ്, മറ്റൊന്ന് അപകട സാധ്യതയുള്ള കുണ്ടും കുഴിയൊക്കെ ഉള്ള വഴിയാണ്. മാത്രമല്ല ചിലപ്പോൾ ഹിംസ്ര ജന്തുക്കളൊക്കെ ഉണ്ടാകാം, നമ്മൾ സങ്കല്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ 2 വഴികൾ. ഈ 2 വഴികളിൽ ഏറ്റവും നല്ലത് നല്ല വഴി തിരഞ്ഞെടുക്കലല്ലേ? അപകടം പിടിച്ച വഴിയിലൂടെ പോയാലും ചിലപ്പോൾ അപകടമൊന്നും കൂടാതെ കോഴിക്കോട്ടേക്ക് എത്തിയേക്കാം. എന്നാൽ ഏറ്റവും നല്ലതെന്താ? അപകടത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത നല്ല വഴിയെ തിരഞ്ഞെടുക്കലില്ലേ? എന്നതുപോലെ തന്നെ നഹസുള്ള ദിവസങ്ങളും നഹസില്ലാത്ത ദിവസങ്ങളും നമ്മൾ നോക്കുമ്പോൾ, നഹസുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ 100% അപകടം സംഭവിക്കും എന്നല്ല പറയുന്നത്. എങ്കിലും ഏറ്റവും കൂടുതൽ നഹസുള്ള ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് നഹസില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കല്യാണം പോലെ, വാഹനം മേടിക്കുക പോലെ, കിണർ കുത്തുക പോലെ, വീടിന് കുറ്റടിക്കൽ പോലെ, വീടിന് തറക്കല്ലിടൽ പോലെ, വീടിന് കട്ടിലൊക്കൽ പോലെ, വീട് കൂടൽ പോലെ, ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നല്ല ദിവസങ്ങൾ നോക്കിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉലമാക്കൾ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. മുഹറം മാസത്തിലെ ചില നഹസ് ദിവസങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ്. മുഹറം 2 നഹസാണ്, മുഹറം 3 നഹസാണ്, മുഹറം 5 നഹസാണ്, മുഹറം 9 നഹസാണ്, മുഹറം 12 മുഹറം മാസത്തിലെ ഏറ്റവും വലിയ നഹസാണ്, മുഹറം 13 നഹസാണ്, മുഹറം 16 നഹസാണ്, മുഹറം 21 നഹസാണ്, മുഹറം 24 നഹസാണ്, മുഹറം 25 നഹസാണ്. ജവാഹിറുൽ അഷ്ആർ, ഹയാത്തുൽ ഹയവാൻ, മജ്മുഉൽ ലത്തീഫ്, മതാലിഫുൻ നുജൂം, ബയാനുൽ ഫലഖ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഈ വിഷയങ്ങൾ കാണാൻ കഴിയും. അതുപോലെ എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ബുധൻ നഹസാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ദുർറുൽ മൻസൂർ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മുഹറം മാസത്തിൻ്റെ ഒടുവിലെ ബുധനും നഹസാണ്. അപ്പോൾ 11 നഹസുകളാണ് ഈ മുഹറം മാസത്തിൽ നമ്മൾ എണ്ണിയത്. നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല ദിവസങ്ങളിൽ തുടങ്ങാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം ഒരു വർഷത്തിൻ്റെ തുടക്കമാണ്. ഹാസിബു ഖബൽ അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യുക എന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉപദേശമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞു പോയൊരു വർഷത്തെ, ആ വർഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുക, തൗബയോടെ തഖ്വയോടെയുള്ള ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രയത്നിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും റാഹത്തിൻ്റെയും ഇസ്സത്തിൻ്റെയും ആഫിയത്തിൻ്റെയും വർഷമാക്കി, ബറക്കത്തിൻ്റെ വർഷമാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദീർഘായുസ്സ് അല്ലാഹു നമുക്ക് നൽകട്ടെ, ഈമാനോടെയുള്ള മരണം നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.